ഞാൻ പച്ചരി വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നല്ലോണം കഴുകി അരിപ്പയിലൂടെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂറൊക്കെ കുതിർത്തി എടുത്താൽ മതി. നന്നായിട്ട് മഷി പോലെ അരയണം. അതുകൊണ്ട് കുതിർത്തി എടുത്ത പാട് ഈ ഒരു കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാൻ പാടില്ല. അപ്പോൾ മിക്സിയിൽ അരയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 2 കപ്പ് പച്ചരിക്ക് നമുക്ക് ഒരു മുട്ട മതി. ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലൊരു തവി പഞ്ചസാരയാണ് നമ്മൾ പൊതുവേ ചേർത്ത് കൊടുക്കാറുള്ളത്. മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു തവി പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കിണ്ണത്തപ്പം പൊതുവേ നല്ല സോഫ്റ്റായി കിട്ടുന്നത് നമ്മൾ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇത് റെഡിയാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ 240 ml കപ്പിൽ 4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. നമുക്ക് ആദ്യം അരിയുടെ താഴെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരു തരിതരിപ്പും ഇല്ലാതെ ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം. ആദ്യം കുറച്ച് ചേർത്താൽ മതി. ഇത് നന്നായിട്ട് അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണ്. ചെറിയ കണ്ണുള്ള അരിപ്പ വെച്ചിട്ട് ഇത് അരിച്ചെടുക്കണം. ഇപ്പം ഞാൻ ആ മാവ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ച ആ 3 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടി പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാവ് കുറച്ച് കട്ടിയാണ്. മാവ് കട്ടിയായാലും നമ്മുടെ കിണ്ണത്തപ്പം കുറച്ച് ഹാർഡായി പോവും. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്നും കൂടി അരിച്ചെടുക്കണം. ഇത് ആവി കയറ്റി വേവിക്കുന്നതിന് മുന്നേ ആ തരിതരിപ്പ് ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അരിച്ചെടുക്കാറുണ്ട്. നമ്മുടെ മാവ് അരിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിണ്ണത്തപ്പം വേവിച്ചെടുക്കാം. ഇതുപോലുള്ള പ്ലേറ്റിലാണ് കിണ്ണത്തപ്പം പൊതുവെ വേവിച്ചെടുക്കാറുള്ളത്. ഞാനിപ്പോൾ ഇത് ആവി കയറുമ്പോൾ ഇതിലേക്ക് തന്നെയാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പുറത്തുനിന്നേ മാവ് ഒഴിച്ചിട്ട് ഇതിലേക്ക് വെക്കുകയാണെങ്കിൽ മാവ് പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം, എളുപ്പത്തിൽ അത് വിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് നമുക്ക് ആവി കയറ്റി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞാലായിരിക്കും കൂടുതലും ആ ഒരു മുകൾ ഭാഗമൊക്കെ വെന്ത ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുക. ഇപ്പോൾ അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വരുമ്പോൾ ആ സൈഡൊക്കെ വിട്ട് വന്നിട്ടുമുണ്ട്. നമുക്കിതൊരു വാഴയിലേക്ക് കമത്തി കൊടുക്കാം. ഒന്ന് ഇതുപോലെ തട്ടി കൊടുത്താൽ മതി. അത് സുഖമായിട്ട് പുറത്തേക്ക് വന്നോളും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കിണ്ണത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി ഒന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്